എല്ലാവർക്കും സിറാജ് ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരത് കാണുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് പ്രതിസന്ധിയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ജോസിൻ്റെ അടുത്ത് പോയി നോക്കാൻ കഴിയില്ല വെച്ചാൽ നിങ്ങളുടെ ജാതകത്തിനെ കുറിച്ച്, നിങ്ങളുടെ ദോഷസമയത്തിനെ കുറിച്ച് അറിയണം. അപ്പോൾ അതിനുള്ള ഫ്രീ ആയിട്ടുള്ള കൺസൾട്ടേഷൻ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന മുന്നുള്ള വീഡിയോസിലൊക്കെ ഫോൺ നമ്പറുകൾ ഉണ്ടാവും. ഫോൺ നമ്പറിൽ വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ജാതകത്തിലുള്ള ദോഷങ്ങളെ കുറിച്ചുള്ള കൺസൾട്ടേഷൻ കിട്ടും. അപ്പോൾ നിങ്ങളുടെ ജാതകം ക്ലിയർ ആണെങ്കിൽ ഓരോ വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ജാതകത്തിൽ എന്താണ് പ്രശ്നം അത് ക്ലിയറായിട്ട് ചെയ്തത്. നമ്മളൊരു മനുഷ്യൻ്റെ ജാതകമാണ് ഈ ചെടിയുടെ വേര് പോലത്തെ ഒരു സംഭവമാണ് ഈ ജാതകം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജാതകം ഫ്രീ ആയിട്ട് നോക്കാൻ താല്പര്യമുള്ളവർ, സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുള്ളവരൊക്കെ വാട്സാപ്പിൽ നിങ്ങളുടെ ജനനത്തീയതി, ജനനസ്ഥലം, ജനനസമയം, പേര് ഇത്ര അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജാതകത്തിലുള്ള ദോഷങ്ങളെക്കുറിച്ചും അതിന് ചെയ്യേണ്ടത് ചെറിയ വഴിപാടുകളെക്കുറിച്ചും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതമൊക്കെ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പൂജ പഠിക്കാൻ താല്പര്യമുള്ളവർ, അതായത് ക്ഷേത്ര പൂജ ആയിക്കോട്ടെ, അതുപോലെ തന്നെ മധ്യമ പൂജ, അതായത് ശക്തി പ്രകാരമുള്ള പൂജകളൊക്കെ പഠിക്കാനുള്ള താല്പര്യം വെച്ചാൽ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നതാണ്. നിങ്ങൾ വാട്സാപ്പിൽ അതിനും ബന്ധപ്പെട്ടാൽ പഠിപ്പിക്കുന്നതാണ്. നമ്മൾ വടക്കും ഭാഗത്ത് വരുന്നൊരു മഠത്തിൽ രീതി അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീട്ടിലും കൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ. അത് രണ്ടാമത്തെ കാര്യം നമ്മൾ ജാതകത്തിൽ നോക്കി ജാതകത്തിൻ്റെ പരിഹാരങ്ങളാണ്. പിന്നെ അടുത്തിട്ട് നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രത്തിനെ കുറിച്ചിട്ടാണ് അറിയുന്നത്. നമ്മുടെ 7 തലമുറകൾ വെച്ചാരാധിച്ചു വരുന്ന അല്ലെങ്കിൽ തൊഴിലൊക്കെ പ്രാർത്ഥിച്ചൊക്കെ വരുന്ന ഒരു ക്ഷേത്രം ഉണ്ടാവും. അതിനെയാണ് കുടുംബക്ഷേത്രം എന്ന് പറയുന്നത്. എല്ലാവർക്കും കുടുംബക്ഷേത്രമുണ്ട്, അതുപോലെ നമ്മുടെ കുടുംബമുണ്ട്. അപ്പോൾ കുടുംബക്ഷേത്രം ഏതാണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളത് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കറിയില്ലെങ്കിൽ നമ്മളത് ചോദിച്ച് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ പ്രശ്ന പോലീസിൻ്റെ അടുത്ത് പോയിട്ട് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് നമ്മൾ ചെയ്യാം. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയാലും ആ ക്ഷേത്രങ്ങളിലൊക്കെ അനുഗ്രഹം തരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ദേവതയാണ്. അതായത് നമ്മുടെ വീട്ടിൽ അമ്മേനെ അല്ലെങ്കിൽ അച്ഛനെയൊക്കെ പോലുള്ളൊരു കടമ തന്നെയാണ് കുടുംബക്ഷേത്രത്തിൽ ദേവത വഹിക്കുന്നത്. നമ്മൾ കുടുംബക്ഷേത്രത്തിൽ പോകാതെ നമ്മൾ കണ്ടുപിടിക്കുക, നമ്മൾ വഴിയുടെ കഴിക്കാൻ വരുന്നത് എന്ത് പരിധിയായിട്ടും നമുക്ക് കാര്യം, എന്ത് വഴിയുടെ വെച്ചിട്ടും കാര്യമില്ല. കുടുംബക്ഷേത്രത്തിൽ ഞാൻ പറയാൻ പോകുന്ന വഴിപാടുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് നടത്തുകയാണെങ്കിൽ ജാതകം ക്ലിയർ ചെയ്ത് കുടുംബക്ഷേത്രങ്ങളുടെ വഴിപാടുകൾ നമുക്ക് വേറെ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും വരും. നമ്മുടെ ജീവിതമൊക്കെ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് പറയുന്ന കുടുംബക്ഷേത്രം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദേവതയുടെ അനുസരിച്ച് ആ ദേവതയ്ക്ക് എന്താണോ ഇഷ്ടപ്പെട്ട നിറം അതനുസരിച്ചിട്ടുള്ള പട്ട് മേടിക്കുക. ഭദ്രകാളിയാണെങ്കിൽ ചുവന്ന പട്ട്, വിഷ്ണുവാണെങ്കിൽ മഞ്ഞപ്പട്ട്, ഇപ്പോൾ അയ്യപ്പൻ അല്ലെങ്കിൽ ശിവനൊക്കെ ആണെങ്കിൽ നീലപ്പട്ട്, ഗണപതി ആണെങ്കിൽ മഞ്ഞപ്പട്ട്, ചുവപ്പട്ട് ഗണപതിക്ക്, സുബ്രഹ്മണ്യ മഞ്ഞപ്പട്ട്, പിന്നെ പട്ടുകളൊക്കെ മേടിച്ച്, ദുർഗയാണെങ്കിൽ നീലപ്പട്ട് അല്ലെങ്കിൽ ചുവന്ന പട്ടൊക്കെ മേടിച്ച് ഈ നമ്മളൊരു കൈ നിറച്ച് പൈസ എന്നുള്ള ക്ഷമാപണമായിട്ട് വെക്കുക. അമ്മേനെ അറിയില്ലായിരുന്നു, നമ്മൾ ക്ഷമിക്കുക, ഞങ്ങളുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ മാറ്റിത്തരണം പോലും നമ്മൾ നടക്കി വെക്കാം. അതുപോലെ തന്നെ എണ്ണ മേടിച്ച് സമർപ്പിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ മാസവും ഈ വഴിപാടൊക്കെ. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ദേവതയാണോ ദേവതയുടെ പ്രധാനപ്പെട്ട അർച്ചന ഏതാണെന്നുള്ള അർച്ചന നടത്തുക. അപ്പോൾ നമ്മൾ എല്ലാ മാസവും തന്നെ ചെയ്യുക. പിന്നെ എല്ലാ മാസവും നമുക്ക് കിട്ടുന്നൊരു എല്ലാ മാസവും ചിലപ്പോൾ നമുക്ക് പോയി വരാൻ പറ്റുന്ന സ്ഥലമായിരിക്കില്ല. നമ്മളൊക്കെ വർഷങ്ങളായിട്ട് അവിടെ നിന്നൊക്കെ മാറിപ്പോയി ഒരുപാട് ദൂരേക്കൊക്കെ മാറിപ്പോകും. അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ 1 രൂപയെങ്കിലും ആ കുടുംബക്ഷേത്രം എന്ന് പറഞ്ഞ് സങ്കല്പിച്ച് വെക്കുക. അത് കൊണ്ടുവന്ന നാണയത്തുട്ടുകൾ കൊണ്ടുവന്ന ക്ഷേത്ര ഭണ്ഡാരത്തിൽ, മെയിൻ ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ നിങ്ങൾ പോകുമ്പോൾ കുറച്ച് നമുക്ക് വരുന്ന സാഹചര്യം ഉള്ളവർ എല്ലാ മാസവും കുറേ പൂക്കളും എണ്ണയൊക്കെ കൊണ്ടിട്ട് സമർപ്പിക്കുക. അപ്പോൾ നമുക്ക് കുടുംബക്ഷേത്ര ദേവതയുടെ അനുഗ്രഹം ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് പായസം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര നല്ലതും നല്ലതാണ്. നിങ്ങളോട് കഴിയുന്ന രീതിയിലുള്ള വഴിപാടൊക്കെ നൽകി നമ്മുടെ കുടുംബക്ഷേത്രത്തിലെ ദേവത നമ്മളിലേക്ക് കിട്ടുന്ന അനുഗ്രഹം ചുരുക്കും. ഇപ്പോൾ നമ്മൾ കാണാതെ നമുക്ക് കുടുംബക്ഷേത്രത്തിൽ അറിയില്ല, നമ്മൾ കുറേ ക്ഷേത്രങ്ങൾക്ക് ഒരു വഴിപാട് നടത്തി നമ്മൾ ഒരു വർഷത്തിൽ കണ്ടുപിടിച്ച് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ എന്തെങ്കിലും വഴിപാടുകളൊക്കെ സമർപ്പിച്ചാൽ
നമ്മൾ എത്ര നാൾ പോയ ക്ഷേത്രങ്ങളിൽ പോയതിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ കുടുംബക്ഷേത്ര ദേവനെ കണ്ടുപിടിക്കുക, ആചരിക്കുക, അതുപോലെ തന്നെ ജാതകം ക്ലിയർ ചെയ്യുക, ജാതകത്തിലുള്ള ദോഷങ്ങൾ മാറ്റുക. അപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ നന്നായിട്ട് പോട്ടെന്ന് പോകുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യും, അതുപോലെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, അങ്ങനെ ചെയ്യുക. അതുപോലെ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടിട്ട് നിങ്ങൾക്ക് നമ്മളാൽ കഴിയുന്നൊരു സഹായം, അതായത് മറ്റുള്ളവർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു സഹായം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറാനായിട്ട് നമ്മളൊരു കാരണമാവട്ടെ. ഭഗവാന്റെ അനുഗ്രഹം അപ്പോൾ അതുപോലെ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. എല്ലാവർക്കും നമഃ ശിവായ, നമോ നാരായണ.